പെൺകുട്ടിക്ക് പൂച്ചക്കുട്ടികളെ ഇഷ്ടമാണെന്ന് മനസ്സിലാക്കിയ യുവാവട്ടെ താൻ രക്ഷിച്ച പൂച്ചയെ പുറത്തേക്കെടുക്കുന്നു. അവൻ കരുതിയത് പെൺകുട്ടിയെ കാണുമ്പോൾ പൂച്ച പേടിക്കുമെന്നാണ്. എന്നാൽ അവൻ വളരെ ഇണക്കത്തോടെ തന്നെ പെൺകുട്ടിയോട് പെരുമാറുന്നു. അതുമാത്രമല്ല, പെൺകുട്ടി വളരെ കെയറോട് തന്നെയാണ് ആ പൂച്ചക്കുട്ടിയോട് പെരുമാറിയിരുന്നത്. ഈ സന്ദർഭത്തിൽ അവന് മനസ്സിലാവുന്നുണ്ട് പെൺകുട്ടിയാണ് പൂച്ചയ്ക്ക് ആഹാരം എല്ലാ ദിവസവും എത്തിച്ചിരുന്നതെന്ന്. പെൺകുട്ടിയോട് അവൻ അതിനെപ്പറ്റി ചോദിക്കുന്നില്ല. എന്നിരുന്നാലും അവൻ കസേരയെടുത്ത് പെൺകുട്ടിയുടെ അടുത്തേക്ക് വന്നിരിക്കുന്നു. ഈ സമയത്ത് പെൺകുട്ടിയുടെ നെഞ്ച് വളരെയധികം വേഗത്തിൽ ഇടിക്കാൻ തുടങ്ങുന്നു. ആ ദിവസം മുതൽ പെൺകുട്ടിയും യുവാവും നല്ല സുഹൃത്തുക്കളായി മാറുന്നുണ്ട്. എല്ലാ ദിവസവും സ്ഥിരമായി അവർ ആ കഫേയിലെത്തി പഠിക്കുമായിരുന്നു. സ്കൂളിൽ നിന്നും അവർ ഒരുമിച്ച് തന്നെയാണ് നടന്നു പോകുന്നത്. അങ്ങനെ ഒരു ദിവസം അവർ നടന്നു പോകുന്ന സമയത്ത് ഇരുവരും തമ്മിൽ ഒരു വാഗ്ദാനം നൽകുന്നുണ്ട്. അവർ ഇരുവരും നന്നായി പഠിച്ച് നന്നായി പ്രയത്നിച്ച് തന്നെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റിയിൽ ഒരുമിച്ച് തന്നെ പ്രവേശനം നേടുമെന്ന് അന്യോന്യം വാഗ്ദാനം നൽകുന്നു. പെൺകുട്ടി ഈ സമയത്ത് അവൾ ഉദ്ദേശിച്ച പോലെ തന്നെ കാര്യങ്ങളൊക്കെ എത്തുന്നുണ്ടെന്ന് ആലോചിച്ച് വളരെയധികം സന്തോഷിക്കുന്നു. പക്ഷേ അവളുടെ ആ സന്തോഷത്തിന് അധികം ആയുസ് ഉണ്ടായിരുന്നില്ല. പരീക്ഷയുടെ അന്ന് അവൾക്ക് അപ്രതീക്ഷിതമായി ഒരു വയറുവേദന ഉണ്ടാവുന്നു. അതുകൊണ്ട് തന്നെ പെൺകുട്ടിക്ക് എക്സാം നന്നായി അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്നില്ല. ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റിയിൽ പ്രവേശനം നേടുക എന്ന അവളുടെ സ്വപ്നം അതോടെ അവിടെ തീർന്നു. യുവാവിന് കൊടുത്ത വാക്ക് പാലിക്കാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കി അവള് വല്ലാതെ നിരാശയിലാവുന്നു. അങ്ങനെ അവൾ വിഷമിച്ച് നദിയുടെ കരയിലിരിക്കുന്ന സമയത്തായിരുന്നു യുവാവ് അങ്ങോട്ടേക്ക് വന്ന് ഇയർഫോണിൽ അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് വെച്ച് അവളുടെ ചെവിയിലേക്ക് വെച്ചു കൊടുക്കുന്നത്. അവൻ അങ്ങോട്ടേക്ക് എത്തുമെന്ന് അവൾ ഒരിക്കലും കരുതിയിരുന്നില്ല.